നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് എന്ന് ഒരിക്കൽ പോലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും വലിയ ദുരിതങ്ങളുടെ പിന്നിൽ വളരെ ലളിതമായ നമ്മൾ അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ വലിയ പൂജകളും ഹോമങ്ങളും പറയാതെ നമ്മുടെ വീടിന്റെ മുൻവശവും ഹാളും കേന്ദ്രീകരിച്ച് നമ്മൾ തന്നെ ഉടൻ തിരുത്താൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഈശ്വരാധീനത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നും സാമ്പത്തികം, സമാധാനം, കുടുംബസൗഖ്യം എന്നിവയിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് വാസ്തുവുമായി കണക്ട് ചെയ്യണമെന്ന് പലപ്പോഴും നമുക്കെല്ലാം നിർബന്ധമുള്ളതുപോലെ തോന്നാറുണ്ട്. വീടുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ ശാസ്ത്രം തന്നെയാണ് വാസ്തു, സംശയമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ഈശ്വരാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാസ്തു നിർബന്ധമാകണമെന്ന് നിർബന്ധമില്ല. മാത്രവുമല്ല, നമ്മുടെ ഭാരതീയ വാസ്തു സങ്കല്പങ്ങൾക്ക് അതീതമായിട്ട് മറ്റ് പ്രാദേശികമായ വാസ്തു സങ്കല്പങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിത്യേന ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീടിന്റെ ഹാൾ ഉണ്ടാവുമല്ലോ, ഉമ്മറം എന്ന് പറയുന്ന സ്ഥാനം, അവിടവുമായി കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന ചില നെഗറ്റീവുകൾ. നമ്മൾ ഇതുവരേക്കും അത് നെഗറ്റീവാണെന്ന് അറിയില്ല, പക്ഷേ അത് ഒരു വീടിന്റെ ഊർജനിലയെ സ്വാധീനിക്കുന്ന നെഗറ്റീവുകളാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ലളിതമായ ഈ കാര്യങ്ങളെ നമ്മൾ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടായി വരും, സാമ്പത്തിക നേട്ടം ഉണ്ടായി വരും, കുടുംബത്ത് ധനാഗമനം കൂടുതലായി ഉണ്ടായി വരും, കടബാധ്യതകൾ ഒഴിഞ്ഞുമാറിപ്പോകും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇതിനൊക്കെ നമ്മുടെ മനസ്സും കൂടെ വേണം കേട്ടോ. വെറുതെ കടം വാരി കൂട്ടി അലക്ഷ്യമായ ജീവിതം നയിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവില്ല. ധനം വെച്ചടി കയറ്റം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊന്നും നമുക്ക് നേരമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന ചില മാറ്റങ്ങൾ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വീടിന്റെ ഹാളും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വീടിന്റെ ഉമ്മറമാണ്, അതായത് മുൻഭാഗം, നമ്മുടെ പുറത്തു നിന്ന് പ്രവേശിക്കുന്ന സ്ഥാനം. അത് ഏത് ദിശയിലോട്ട് ആയിക്കോട്ടെ. ചിലപ്പോൾ രാജവീതി സ്ഥാനം നിർണയിച്ച് നിങ്ങളുടെ വീട് ചിലപ്പോൾ കിഴക്കോട്ടായിരിക്കാം, ചിലപ്പോൾ പടിഞ്ഞാറോട്ടായിരിക്കാം, ചിലപ്പോൾ തെക്കോട്ടായിരിക്കാം, വടക്കോട്ടുമായിരിക്കാം. എവിടെയായാലും ശരി, മുൻവശം വരുന്ന പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ആ സ്ഥാനത്തെയാണ് നമ്മൾ സ്വീകരണ മുറി അഥവാ ഹാൾ എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിന്റെ മുന്നിൽ, അതായത് പടിയുടെ മുൻഭാഗത്ത് ചെരുപ്പുകൾ വെറുതെ അലക്ഷ്യമായിട്ട് ഇട്ടേക്കരുത് എന്നാണ്. നമ്മൾ പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിലെ ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. അതില് ചെരുപ്പുകൾ അടുക്കി വെക്കണം. എന്നാൽ പുറത്തുനിന്ന് ചിലപ്പോൾ അതിഥികളായിട്ട് ചിലർ വന്നിട്ട് ചെരുപ്പ് ഊരി മുൻവശത്ത് ഇടും. അവര് സൽക്കാരമോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകും. അതല്ല ഉദ്ദേശിക്കുന്നത്. ആ വീട്ടിൽ അലക്ഷ്യമായിട്ട് ചെരുപ്പുകൾ വീടിന്റെ മുന്നിൽ പടിയിൽ ചിതറി കിടക്കുക. പുറത്തുപോയി ഇട്ടുകൊണ്ടുവന്ന ചെരുപ്പ് അതേപടി ഇട്ടുകൊണ്ട് വീട്ടിനകത്ത് കയറിപ്പോകുക. അത്തരം ശീലങ്ങൾ വീട്ടിലെ ഈശ്വരാധീനത്തെ നന്നായിട്ട് കുറച്ചു കളയും. ഇനി രണ്ടാമത്തെ കാര്യം, വീടിന്റെ പ്രവേശന പാടത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് പടി കടന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പടിയുടെ ഒരു ഭാഗത്ത് മാത്രം ചിലര് ചെടിച്ചട്ടിയിലൊക്കെ ചെടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കാണാം. എന്നാൽ വീടിന്റെ ഊർജവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ചെടി വെച്ച് പിടിപ്പിക്കുന്നത് ശുഭകരമല്ല. ഒന്നെങ്കിൽ ആ പടിയുടെ രണ്ട് ഭാഗത്തായിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുക, ഇല്ലെങ്കിൽ ഒരു ഭാഗത്തും വേണ്ട, കുറച്ച് മാറ്റിവെക്കാം എന്നുള്ള തീരുമാനമെടുക്കുക. ഒരു ഭാഗത്തായിട്ട് ആ ഈശ്വരാധീനത്തെ കുറയ്ക്കുന്ന തരത്തിലൊക്കെ, അല്ലെങ്കിൽ ആ വീടിന്റെ ഊർജം കേന്ദ്രീകരണത്തെ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കുന്നു തരത്തിലേക്ക് ചെടി വെക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ വീടുകളും കിഴക്കോട്ടായിരിക്കില്ല ഇരിക്കുക. ചില വീടുകൾ ദിശ മാറിയിട്ടിരിക്കും. ഇങ്ങനെ പ്രധാന ഹാളിൽ, അതായത് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തുനിന്ന് പ്രവേശിച്ച് ആദ്യം കാണുന്ന ഹാളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീടിൻ്റെ മുൻഭാഗത്ത്, അത് ഇനി തെക്കായാലും ശരി, പടിഞ്ഞാറായാലും ശരി, വടക്കായാലും ശരി, ആ ഭാഗത്ത് ഇഷ്ടം വെക്കാം. എന്നാൽ ഉള്ളിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഹാളെങ്കിൽ, വീടിനകത്ത് ഹാൾ സൗകര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഫിഷ് ടാങ്ക് കിഴക്കോട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഫിഷ് ടാങ്കുകൾ പ്രധാനമായി കാണപ്പെടുന്നത് ദീർഘചതുരാകൃതിയിലും അല്ലെങ്കിൽ ഗോളാകൃതിയിലുമാണ്. ഈ ഗോളാകൃതിയിലുള്ള ആ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് വെച്ചാൽ മതി. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അത് ഇരുന്നോളും. പക്ഷേ ദീർഘചതുരമായിട്ട് വരികയാണെങ്കിൽ ഈ കിഴക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രാധാന്യമാണ്. ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, നമ്മൾ കയറുന്ന ഭാഗം ഒരു ഹാൾ ആയിട്ട് സങ്കല്പിച്ചതാണെങ്കിൽ, അതായത് പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ഭാഗമാണ് ഹാളെങ്കിൽ നിങ്ങളിത് പാലിക്കേണ്ടതില്ല. വീട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വെച്ചാൽ മതി. നാലാമത്തെ കാര്യം, ഈ ഭാഗത്ത് ഉണങ്ങിയ പൂക്കൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉണങ്ങിയ പൂക്കൾ, ചില അടുത്ത് സ്റ്റഫ്ഡ് ആയിട്ടുള്ള പൂക്കളൊക്കെ വിദേശത്ത് നിന്നൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്, അലങ്കാരത്തിന് വേണ്ടി വെക്കാറുണ്ട്. ഹാളിൽ ഇങ്ങനെ നിർജീവമായ ഇത്തരം പൂക്കൾ ഇരിക്കുന്നത് ഈശ്വരാധീനത്തെ കെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അഞ്ചാമത്തെ കാര്യം, ഹാളിൽ തലമുടി ചിതറി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹാളിൽ എന്നല്ല, വീട്ടിലെ ഒരു റൂമിലും തലമുടി ചിതറി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് മുടി കൊഴിച്ചിൽ ഉള്ളവർ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും വീട്ടിൽ കലഹം അല്ലെങ്കിൽ നഷ്ടം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തലമുടി വീണ് അത് ചുരുണ്ടു മടങ്ങി അവിടെ കിടക്കുന്നത് ഈശ്വരാധീനത്തെ കെടുത്തും. അതുകൊണ്ട് തന്നെ അവയെ കൃത്യസമയത്ത് രാവിലെയും വൈകുന്നേരവും അത് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ തലമുടി കിടക്കുന്ന സമയത്ത് അത് പെറുക്കി മാറ്റി അവിടെ ഈശ്വരാധീനം കൃത്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാനും വന്നു കയറുന്ന ആളിനും വീട്ടിലുള്ള ആൾക്കാർക്കും കണ്ണിന് ഇമ്പമുള്ളതും അല്ലെങ്കിൽ അവിടെ ശുചിത്വം തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക പ്രധാനമാണ്. ആറാമത്തെ കാര്യം, വീടിൻ്റെ ഹാളിലാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്താകട്ടെ, ഇത് ഹാളിലെ കാര്യം മാത്രമല്ല, മറ്റൊരു സ്ഥാനം ആണെങ്കിലും അവിടെയും കേടായ ക്ലോക്കുകൾ വെക്കാതിരിക്കുക. ഒന്നെങ്കിൽ അത് എടുത്ത് പുറത്തു മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് നന്നാക്കി സൂക്ഷിക്കുക. കേടായ ക്ലോക്കുകൾ ഇരിക്കുന്ന വീടുകളിൽ ഈശ്വരാധീനം പോവും. അവർക്ക് സമയത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് സമയനഷ്ടമായിരിക്കും ഉണ്ടായി വരിക. ഈ സമയനഷ്ടം കൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകും. തൊഴിൽ നഷ്ടം കൊണ്ട് തന്നെ ധനനഷ്ടം ഉണ്ടാകും. ധനനഷ്ടം വർദ്ധിപ്പിക്കാൻ രോഗങ്ങൾ കാരണമാകും. അതുകൊണ്ട് തന്നെ കേടായ ക്ലോക്കുകൾ പരമാവധി ഒഴിവാക്കുക. ചൈനയിലൊക്കെ ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ചൈനീസ് വാസ്തുവിൽ പറയുന്നതാണ്, കേടായ ക്ലോക്കുകൾ അവർ ഒരിക്കലും മൃതമായ ഭവനങ്ങളിൽ ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് അത് മാറ്റുക. ഇനി ഏഴാമത്തെ കാര്യമാണ്, ഹാളിൽ മിനിമം 3 കളർ പെയിന്റുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചുവരിൽ അടിക്കുന്ന പെയിന്റുകൾ ചിലർ ഒരുപാട് വർണ്ണങ്ങൾ ചേർക്കാറുണ്ട് ഈ പ്രധാന നിറമായിട്ട്. പക്ഷേ ഒരു 3 കളറുകൾ ഹാളിൽ പരമാവധി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചുവർ ചിത്രങ്ങളൊക്കെ ആകാം, മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ ആകാം. പക്ഷേ നമ്മൾ പ്രധാന കളറായിട്ട് ഹാളിൽ കേന്ദ്രീകരിക്കുമ്പോൾ പരമാവധി 3 കളർ നല്ലതായിരിക്കും. അത് ഈശ്വരാധീനത്തെ കൂടുതലായിട്ട് ആകർഷിക്കും. എട്ടാമത്തെ കാര്യം, ഈ ഹാളിൽ അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസേരകൾ ഇട്ടിരിക്കും. സോഫ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിലെ വിരി നമ്മൾ ശ്രദ്ധിക്കണം. ആ വിരി എപ്പോഴും ശുചിത്വമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അഴുക്ക് പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ കുടിയേറി അങ്ങനെയൊക്കെയുള്ള വിരികളൊക്കെ ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഇത്തരം വിരികൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം വിരികൾ മാറ്റിയിടുന്നത് വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിക്കാൻ കാരണമാകും. ഒൻപതാമത്തെ കാര്യം, ഈ ഹാളിലിരുന്ന് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം പരമാവധി ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഈ സ്നാക്ക് കഴിക്കുന്ന കാര്യമൊന്നുമല്ല. അതായത് ചിലപ്പോൾ TV ഒക്കെ കാണുമ്പോഴൊക്കെ ഒരു സ്നാക്സ് കഴിക്കും. ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ചായയും ഒരു ബിസ്ക്കറ്റും
അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതല്ല നമ്മുടെ ചില ആൾക്കാരുടെ ശീലമാണ്. ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഊണും എല്ലാം അവിടെ തന്നെയാണ്. അതിന് ഭക്ഷണം കഴിക്കുന്ന ഒരിടം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം. ഡൈനിങ് ടേബിൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ വെക്കുക. എന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ആ പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്. കുറെ കഴിയുമ്പോൾ ഈ ഭക്ഷണശകലങ്ങളൊക്കെ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നതാണ്. വീട്ടിൽ എന്ത് ഈശ്വരാധീനത്തെ കെടുത്തുന്ന കാര്യമാണെന്നറിയാമോ? വളരെ ലളിതമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ഇത് ഇങ്ങനെ വെച്ചിട്ട് വീട്ടിലെ ഈശ്വരാധീനം നമ്മൾ കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 10ാമത്തെ കാര്യം, പഴയ കലണ്ടർ മാറ്റാതിരിക്കുക. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹാളിലെ കാര്യം മാത്രമല്ല, വീട്ടിൽ എവിടെയായാലും ഈ ചില വീടുകളിലെ കലണ്ടർ തൂക്കുന്ന ആണിയുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. നോക്കുമ്പോൾ 2015 മുതലുള്ള കലണ്ടർ അവിടെ കാണും. ഇത് പരമാവധി ഒഴിവാക്കണം. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ക്ഷുദ്രജീവികൾ ചിലന്തി പല്ലിയൊക്കെ കയറിയിരിക്കുന്നതിനും പ്രധാന കാരണമാണ്. അപ്പോൾ പഴയ കലണ്ടർ മാറ്റുക, പുതിയ കലണ്ടർ മാത്രം ഉപയോഗിക്കുക. ആ വർഷത്തെ കലണ്ടർ മാത്രം ഉപയോഗിക്കുക. ഇനി ഭക്തരുള്ള വീട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഈ വീടിന് മുന്നിൽ നിറപുത്തരി. ക്ഷേത്രങ്ങളിൽ നിന്ന് നിറപുത്തരി ആകുമ്പോൾ അല്ലെങ്കിൽ ചില ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കതിര് കിട്ടും. ആ കതിര് വീടിന് മുൻവശത്ത് നാം കെട്ടിത്തൂക്കിയിടാറുണ്ട് ഐശ്വര്യമായിട്ട്. പക്ഷേ ഒരു വർഷം ആ ഒരു നിറപുത്തരി മുതൽ അടുത്ത നിറപുത്തരി വരെയാണ് ഇത് നമ്മൾ തൂക്കിയിടേണ്ടത്. എന്നാൽ ചില വീടുകളിൽ ഇത് 1 2 3 അങ്ങനെ വർഷങ്ങൾ അവിടെ കിടക്കും. ഒരു നിറപുത്തരിക്ക് നമ്മൾക്ക് കിട്ടിയ കതിര് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് നമുക്ക് കിട്ടിയ കതിര് അടുത്ത ഉത്സവത്തിന് പുതിയത് മാറ്റിയിടുന്ന അല്ലെങ്കിൽ നിറപുത്തരിക്ക് പുതിയ മാറ്റി ഇത് അവിടുന്ന് നീക്കം ചെയ്തിട്ട് പുതിയത് ഇടണം. അതാണ് അതിൻ്റെ രീതി. അത് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് തന്നെ തുടർച്ചയായിട്ട് എടുത്ത് തൂക്കിയിടുന്നത് വീട്ടിലെ ഈശ്വരീയ അംശത്തിന് വിപരീതമാണ്. അതും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം വിപരീത ഊർജമായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് വീട്ടിലെ ഈശ്വരാധീനം കൂടുതൽ നന്നാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞതുപോലെ കുറച്ച് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോസിറ്റീവ് ലഭിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ഫിഷ് ടാങ്കിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു, ആ ദിശയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് വീട്ടിലെ ഫിഷ് ടാങ്കിലെ ജലം ഇടയ്ക്കിടയ്ക്ക് മാറുക എന്നുള്ളതാണ്. അതിങ്ങനെ ഒരു ദുർഗന്ധം വമിക്കുന്ന തരത്തിലേക്ക് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഹാളിലെ നെറ്റിപ്പട്ടം അങ്ങനത്തെ രൂപം കണ്ടിട്ടില്ലേ? പിന്നെ ആനയുടെ ചിത്രം, താമരപ്പൂവിൻ്റെ ചിത്രം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് ഹാളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും അത് ആ വീടിൻ്റെ തന്നെ ഊർജ്ജനിലയെ സ്വാധീനിക്കാനും വീട്ടിൽ നന്മകൾ കൂടുതലായിട്ട് സംഭവിക്കാനും കാരണമാകുന്നു. ഇനി ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ചെറിയൊരു ഉരുളി എടുത്ത് ആ ഉരുളിയിൽ രാവിലെ സമയത്ത് കുറച്ച് ജലം നിറച്ച് അതിന് കുറച്ച് പുഷ്പങ്ങൾ ഇട്ട് വെക്കുക. എന്നും രാവിലെ അതിലെ ജലം മാറ്റി പുതിയ ജലം നിറച്ച് കുറച്ച് പുഷ്പങ്ങൾ ഇട്ട് വെക്കുന്നത് വീട്ടിലെ ആ നെഗറ്റീവ് തരംഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഹാളിലാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ ഒരു ടീപ്പോ മാറ്റി വെച്ചിട്ട് അതിൽ ചെയ്യാം. പിന്നെ വീട്ടിലെന്നും ദശാംഗം പുകയ്ക്കുക. ദശാംഗം പൂക്കടയിൽ കിട്ടും. അത് മേടിച്ചിട്ട് എന്നും രാവിലെയും വൈകുന്നേരം കുറച്ച് പുകയ്ക്കുന്നത് വീട്ടിലെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുക കാരണമാകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും മുതലായവ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.